Smoking is injurious to health. It causes cancer. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇത് ക്യാൻസറിന് കാരണമാകുന്നു. നീ എപ്പോഴെങ്കിലും ഫെയറി ടേൽസ് വായിച്ചിട്ടുണ്ടോ? ഇല്ല. അതായത് ഞാൻ ഉദ്ദേശിച്ചത് മാൻഗ്രേവ്, ആരണ്യദേവ്, ചൗധരി അങ്ങനെ. മാൻ, ഇന്നത്തെ ഈ ടെക് സാവി വേൾഡിൽ ഇതൊക്കെ ബോറിംഗ് ആണ്. ഇത് വായിച്ചോണ്ടിരുന്ന പിന്നെ എപ്പോഴാ ചാറ്റ് ചെയ്യാം? പറ, അതില് സന്തോഷം വേറെന്താ? നിന്റെ നെയ്ബേഴ്സിൽ ഒരാൾ, കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ഒരാൾ, പെട്ടെന്നൊരു ദിവസം അയാൾ മരിച്ചു പോയെന്ന് വിചാരിക്കാം. നിനക്കപ്പോൾ വിഷമം ഉണ്ടാവില്ലേ? കഷ്ടം തോന്നില്ലേ? നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഞാൻ എന്തിനു കരയണം? ഇപ്പോ ആരെങ്കിലും മരിച്ചു വെക്ക്, കുറച്ച് വിഷമമൊക്കെ ഉണ്ടാവും, അത്ര തന്നെ. ആപ് ടു ദിസ്. അപ്പൊ നീ എപ്പോഴെങ്കിലും ഒറ്റയ്ക്കാവുമ്പോ കരയില്ലേ? പഴയ കാര്യങ്ങളെല്ലാം ഓർത്ത്. ഞാൻ എന്തിനു നിരാശപ്പെട്ട് കരയണം? നമുക്കറിയാലോ, ജനിച്ചാ പിന്നെ ഒരു ദിവസം മരിക്കും. അതാണ് സത്യം. എല്ലാ റിലേഷൻഷിപ്പും അങ്ങനെയൊക്കെ തന്നെ. എന്താ ശരിയല്ലേ? എന്റെ അമ്മേ. അപ്പൊ നമ്മൾ ഒത്തുപോകുന്ന എങ്ങനെയാന്നാ നീ പറയുന്നേ? ഇതൊക്കെ കേട്ട് എനിക്ക് ഞെട്ടല വന്നു. ഇതിൽ ഞെട്ടാൻ എന്തിരിക്കുന്നു? ഞാൻ ശരിക്കും ബാക്ക് ഡേറ്റഡ് ആണല്ലേ? അത്ര ബാക്ക് ഡേറ്റഡ് എന്നൊന്നും പറയാനില്ല. എല്ലാവർക്കും അവരവരുടേതായ വീക്ഷണമല്ലേ. അത് വിട്. നിനക്ക് നാളെ വൈകിട്ട് എന്താ പരിപാടി? ഞാനൊരു സിനിമയ്ക്ക് പോയാലോന്ന് ആലോചിക്കുമായിരുന്നു. ആദ്യം വരുന്നു. ഞാൻ അകത്തേക്ക് വന്നോട്ടെ? ആ, അതിനെന്താ? ഇതിവിടെ തരാനുണ്ടായിരുന്നു. ഇതെന്താ?
ഇതൊന്ന് നോക്കോ? നിക്ക്. ആ. ഐ ലവ് യു. തനിഷ ലവ്സ് ആര്യൻ. നീ നിന്റെ മുഖം എപ്പോഴെങ്കിലും കണ്ണാടി കണ്ടിട്ടുണ്ടോ? നിനക്കിതൊന്നും പറയാൻ നാണമില്ലേ? നാണമില്ല എന്ന് മാത്രമല്ല, തീരെ മര്യാദയുമില്ല. നിന്നോട് തന്നെ. ഞങ്ങളെ രണ്ടാളെ ഒന്ന് നോക്കി. ആളുകൾ എന്താ പറയുന്നറിയോ? പെർഫെക്റ്റ് കപ്പിൾ. ഓക്കെ 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 ഓക്കെ. എന്റെ സ്ഥാനത്ത് നിന്നെ ഒന്ന് ചിന്തിച്ചു നോക്കേ. ഒട്ടും ചേരുന്നില്ലല്ലേ? എനിക്ക് ആര്യനെ ഒരുപാട് ഇഷ്ടമാണ്. മാത്രമല്ല, ആര്യനും എന്നെ ഒരുപാട് ഇഷ്ടമാണ്. അല്ലേ? പിന്നെ അല്ലാതെ. നീ ഇപ്പൊ കേട്ടില്ലേ, എന്നെ ഒരുപാട് ഇഷ്ടമാണ്. കൊരങ്ങനാണ് ഞാൻ ആഗ്രഹം. മുത്തുമാല. അപ്പൊ ഇതായിരുന്നില്ലേ നീ ഞങ്ങളെ ഫോളോ ചെയ്തോണ്ടിരുന്നേ? എന്താ ഇനി നിനക്ക് ഫോളോ ചെയ്യണോ? സ്പീക്ക് ഔട്ട്. പറയേ. ഓൾ ടൈം ഞങ്ങൾ രണ്ടുപേർക്ക് ഒരുപാട് മിസ് ചെയ്യുന്നു. ഞങ്ങൾക്ക് പരസ്പരം മിണ്ടാതിരിക്കാൻ ഒരിക്കലും പറ്റില്ല. ഞങ്ങൾക്ക് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണം. ഞങ്ങളോട് മാനോട്ട് താമസിക്കണ്ട. മേലാൽ ഇമാതിരി പരിപാടിയായിട്ട് ഈ വശത്ത് കണ്ടുപോകരുത്. ഗെറ്റ് ഔട്ട്. ഐ സേ ഗെറ്റ് ഔട്ട്. വെളി പോകാനാ പറഞ്ഞു. ഒരു മിനിറ്റ്, ഒരാൾ വിളിക്കുന്നുണ്ട്. ഹലോ, ഇത് ആരായിരുന്നു? ഞാൻ തന്നെയാ. നിങ്ങളെവിടുന്നാ? നീ എന്താ ഇവിടെ ചെയ്യുന്നേ? എന്തിനാ ഞങ്ങളെ പിന്നെ ഫോളോ ചെയ്യുന്നേ? നിന്നോട് എത്ര തവണ പറയാം എന്നെ ഫോളോ ചെയ്യില്ലെന്ന്? പറഞ്ഞാ മനസ്സിലാവില്ലേ? കഴിഞ്ഞ ദിവസം കൊണ്ട് ഞാൻ വീട്ടിൽ വെച്ച് പറഞ്ഞാലേ, ഇപ്പൊ ഞാൻ എല്ലാവരും മുന്നിൽ വെച്ച് ഒച്ചയെടുത്ത് പറഞ്ഞാലേ നിനക്ക് മനസ്സിലാവുന്നുള്ളൂ. നീ ഇതൊന്നും കാണുന്നില്ലേ? ഇങ്ങ് വാ. ഇവിടുന്ന് പോവാൻ നോക്ക്. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോ അവൾ അവിടെ നിൽക്കുന്നു. ഇതൊക്കെ നാടകമല്ലേ? ഇവളുടെയൊക്കെ നാടകം. പോയി പണി നോക്ക്. എനിക്കൊന്നും ഇഷ്ടമല്ല, ഇത് ഭയങ്കര ഇറിറ്റേഷൻ ആണ്. നിന്നെ ഇങ്ങനെ ഫോളോ ചെയ്തോണ്ടിരുന്നാ നിനക്ക് എന്താ തോന്നാ? ബൈ ദ വേ, നാളത്തെ പ്രത്യേകത അറിയോ? നാളെയാണ് നമ്മുടെ പ്രൊപ്പോസ് ചെയ്ത ആനിവേഴ്സറി. അത് തന്നെ. റൈറ്റ്. അപ്പൊ നാളെ എന്താ പരിപാടി? നാളെ ഒരു സർപ്രൈസ് ഉണ്ട്, പക്ഷെ എനിക്കിപ്പോ പറയാൻ പറ്റില്ല. എന്ത് സർപ്രൈസ്? അത് സർപ്രൈസാ, അതുകൊണ്ട് ഇപ്പൊ പറയാൻ പറ്റില്ല. സർപ്രൈസ് എങ്ങനെ പറയാൻ പറ്റുക?
നാളെ നമ്മളിപ്പോ എന്താ ചെയ്യാ? നാളെ വൈകുന്നേരം 5 മണിക്ക് SB ATM മുന്നിൽ വെച്ച് നിനക്ക് ഞാനൊരു സർപ്രൈസ് ആയിരുന്നു. ജൂലി, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, സർപ്രൈസ്. ജൂലി, ജൂലി, ജൂലി. So sad. ജൂലി, 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 ജൂലി. എനിക്ക് തെറ്റുപറ്റിയതാ. എനിക്ക് ഇപ്പോഴാ മനുഷ്യരെ തിരിച്ചറിയാൻ പറ്റുന്നത്. ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് യഥാർത്ഥ സ്നേഹം എന്താണെന്ന്. ഞാൻ നിന്നെ ഒരുപാട് തവണ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. നീ ഇന്ന് അവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ ഇപ്പൊ എന്തായിരിക്കും? അയ്യോ, ഇങ്ങനെയൊന്നും പറയല്ലേ പ്ലീസ്. എന്നോട് ഇങ്ങനെയൊന്നും പറയല്ലേ. വെറുമൊരു നന്ദി വാക്കിൽ ഒതുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. നിന്നിൽ നിന്ന് ഞാൻ ഒന്ന് പ്രതീക്ഷിച്ചല്ല ഇത് ചെയ്തത്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടം, അതുകൊണ്ടാ. എനിക്ക് മനസ്സിലാവും. എനിക്കെല്ലാം മനസ്സിലാവും.